ഒരു നക്ഷത്രത്തിന് ചുറ്റിലും അധികം ചൂടോ തണുപ്പോ ഇല്ലാതെ ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എത്ര പ്ലാനറ്റുകൾ എന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ ഈ ഒരു വാല്യൂവിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ പല കാരണങ്ങൾ കൊണ്ട് ഓരോ ടൈപ്പ് നക്ഷത്രത്തിന് ചുറ്റിലുമുള്ള ചില ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും ജീവൻ നിലനിൽക്കാൻ സാധ്യതയാകുന്ന എലമെന്റുകളുടെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗോൾഡിലോക്ക് സോൺ മാത്രം എടുത്താൽ ആ ഒരു പോസിബിലിറ്റീസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാണ്ടാവും. ഓരോ നക്ഷത്രങ്ങൾ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഹാബിറ്റബിൾ സോണിന് ചിലപ്പോൾ വ്യത്യാസം വന്നെന്നിരിക്കാം. അടുത്ത ടേം ഈസ് FL. ഹാബിറ്റബിൾ സോണിൽ കഴിയുന്നതിൽ എത്ര എണ്ണത്തിൽ ജീവൻ രൂപപ്പെടാം എന്നതിന്റെ ഫ്രാക്ഷൻ. അതും ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ കാരണമായ ക്രൈറ്റീരിയാസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഭൂമിയിൽ വെള്ളം, ഫോട്ടോസിന്തസിസ്, ഓക്സിജൻ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വേണ്ടത്. പക്ഷെ അതല്ലാതെ ജീവൻ ഉണ്ടെങ്കിലോ? സൂര്യപ്രകാശം ഇല്ലാതെ കഴിയാൻ പറ്റുന്ന ഓർഗാനിസംസ് നമ്മുടെ ഭൂമിയിൽ സമുദ്രത്തിനടിയിലുണ്ട്. ഭൂമിയിൽ അത് പോസിബിൾ ആണെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലും എന്തുകൊണ്ട് പോസിബിൾ ആയിക്കൂടാ?